നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാൽവേസിനെ പറ്റിയിട്ടും സ്പൈവേസിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വൈറസ് എന്താണ്, അതുപോലെ അതെങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് മാൽവെയർ എന്ന് പറഞ്ഞാൽ? മാൽവെയർ എന്ന് പറഞ്ഞാൽ മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ നമുക്ക് എന്താണെന്നറിയാം, എന്താ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ മാൽവെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെയുള്ള സോഫ്റ്റ്വെയർസ് ആണ്, പക്ഷേ അത് നമുക്ക് എന്താണ്, മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ ഹാം ചെയ്യിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിനെ ആണ് നമ്മൾ മാൽവെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ക്യാൻ ഹാം ദ കമ്പ്യൂട്ടർ, നമ്മുടെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യുന്നു, ഹാം ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഡൗൺലോഡ് ചെയ്യും ഇല്ലേ, ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പല പ്രോഗ്രാംസും ഡൗൺലോഡ് ചെയ്യും. ആ സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീൻ സേവേഴ്സ്, അതുപോലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയർസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ മലീഷ്യസ് ആയിട്ടുള്ള ചില വെബ്സൈറ്റുകളുണ്ട്, അതൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ലിങ്കൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓരോ സൈറ്റുകളിലോ മലീഷ്യസ് ആയിട്ടുള്ള പേജസിലോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന തരം സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇങ്ങനെയുള്ള മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ ആണ് മാൽവെയർസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിളാണ് നമ്മുടെ കമ്പ്യൂട്ടർ വൈറസ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് എന്ത്? വൈറസ്. വൈറസ് എന്ന് പറയുന്നത് വൈറസ് കയറി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു തരത്തിലുള്ള മാൽവെയർ ആണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രോജൻ ഹോഴ്സ്, വേം, സ്പൈവെയർ എന്നൊക്കെ പറയുന്നത് ഒരു തരത്തിലുള്ള മാൽവെയർസ് ആണ്. എന്താണ് മാൽവെയർ എന്ന് പറഞ്ഞാൽ? മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസിനെയാണ് മാൽവെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാൽവെയർസ് തന്നെ മെയിനായിട്ടും 3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് വൈറസ്. വൈറസിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം, പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നാണ് വൈറസിൻ്റെ ഫുൾ ഫോം. ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ആ ഒരു ടേം അത് ഡിഫൈൻ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ, ഒരു ടേം കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രെഡ് കൊഹൻ ആണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡിഫൈൻ ചെയ്തത്. എന്നാണെന്ന് ചോദിച്ചാൽ 1983 കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ഒരു ടേം ഫ്രെഡ് കൊഹൻ കൊണ്ടുവന്നത്. വൈറസിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ് എന്നാണ്. ഇനി എന്താണ് വൈറസ്? ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ഡാമേജ് ചെയ്യിക്കുന്ന ഒരു തരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഏത്? കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള കുറച്ച് ഫയൽസ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫയൽസൊക്കെ കാണും. അതിൽ പല ഫയൽസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകാം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റൊക്കെ ചേഞ്ച് വരാം, നമ്മൾ സ്ലോ ഡൗൺ ചെയ്യാം പ്രോസസ്സിനെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പ്രോഗ്രാംസാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറസിന് എക്സാമ്പിൾ ടെക്സാസ് എന്ന് പറയുന്നത്, ഗപ്പി, ഐ ലവ് യു, ബ്ലാസ്റ്റർ, സ്ലാമർ, ഇതെല്ലാം എന്താണ്? കമ്പ്യൂട്ടർ വൈറസിന് എക്സാമ്പിളാണ്. ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള വൈറസുകളുണ്ട്. അപ്പോൾ ഈ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്തോ ഇല്ലയോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ സിംറ്റംസ് ആണ് റൺ സ്ലോവർ ദാൻ യൂഷ്വൽ. അതായത് നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും സ്ലോ ആകും. നമ്മൾ ഫയൽസൊക്കെ ഓപ്പൺ ചെയ്താൽ അത് ഓപ്പണായി വരാൻ കുറച്ച് താമസം എടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് താമസം എടുക്കും. അങ്ങനെ നമ്മുടെ യൂഷ്വലായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്ലോ ഡൗൺ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോപ്പ് റെസ്പോണ്ടിങ്. നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അപ്പോൾ റെസ്പോണ്ടിങ് സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡു നോട്ട് വർക്ക് പ്രോപ്പർലി. എല്ലാ ആപ്ലിക്കേഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. ഷോസ് അൺയൂഷ്വൽ എറർ മെസ്സേജ്. അൺയൂഷ്വൽ ആയിട്ടുള്ള എറർ മെസ്സേജസ് ഒക്കെ കാണിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ വൈറസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്.
നോക്കിയേ, ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ക്രീപ്പറാണ് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ്. പി എസ് സിയിൽ ചില ആൻസറിലൊക്കെ ബ്രെയിൻ എന്നും കാണാറുണ്ട് കമ്പ്യൂട്ടർ വൈറസ്. അപ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ക്രീപ്പറാണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ്. നോക്കിയേ, ഫസ്റ്റ് വൈറസ് അഫക്റ്റഡ് ഇൻ ആർപാനെറ്റ്. ആർപാനെറ്റിനെ അഫക്റ്റ് ചെയ്ത ആദ്യ വൈറസ് ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? ക്രീപ്പറാണ്. ആർപാനെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് അഫക്റ്റഡ്, ആർപാനെറ്റിനെ അഫക്റ്റ് ചെയ്ത ആദ്യ വൈറസ് ഏതാണ്? ക്രീപ്പറാണ്. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എൽ ക്ലോണർ ആണ്. ഫസ്റ്റ് മൈക്രോ കമ്പ്യൂട്ടർ വൈറസ്. ഫസ്റ്റ് വൈറസ് അഫക്റ്റഡ് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ അഫക്റ്റ് ചെയ്ത ആദ്യ വൈറസ് ഏത് പേഴ്സണൽ കമ്പ്യൂട്ടറിനെയാണ് ആദ്യമായിട്ട് വൈറസ് അഫക്റ്റ് ചെയ്ത? ആപ്പിൾ ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടർ വൈറസ് അഫക്റ്റഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ. ഫസ്റ്റ് വൈറസ് അഫക്റ്റഡ് പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ആപ്പിൾ ആണ്. ഇനി ഫസ്റ്റ് മൊബൈൽ ഫോൺ വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കബീർ ആണ് ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്. ഇനി വിക്സർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിക്സർ എന്ന് പറഞ്ഞാൽ വൈറസ് പ്രോഗ്രാംസിനെയൊക്കെ റൈറ്റ് ചെയ്യുന്ന പ്രോഗ്രാമേഴ്സിനെ ആണ് വിക്സർ എന്നറിയപ്പെടുന്നത്. നമ്മൾ പ്രോഗ്രാമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി അറിയാവുന്ന ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വൈറസ് പ്രോഗ്രാംസ് എഴുതുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന പ്രോഗ്രാംമേഴ്സിനെയാണ് എന്ത് പറയുന്നത്? വിക്സർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് വേം എന്ന് പറഞ്ഞാൽ. വേം ക്യാൻ റെപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ് ടു ദ 100 or thousands ഓഫ് ഇറ്റ്സ് കോപ്പി ആൻഡ് സ്ലോ ഡൗൺ ദ സിസ്റ്റം. വേം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വേം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയൽസിനെ അല്ലെങ്കിൽ വേം എന്ന് പറഞ്ഞാൽ എന്താ? അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അത് ഇരട്ടി അതിൻ്റെ തന്നെ കോപ്പികളെ എന്താ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസിനെ അത് ജനറേറ്റ് ചെയ്യും. എന്ത് ചെയ്തു? ഒരുപാട് ഹൺഡ്രഡ്സ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസിനെ അത് റെപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെയുള്ള പ്രോഗ്രാംസിനെയാണ് എന്ത് പറയുന്നത്? വേംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വൈറസ് ഒന്നുമല്ല ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇന്ന് നമുക്ക് നല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സ്ക്രീൻ സെർവേഴ്സ് ഒക്കെ പോലെ ഇത് ആക്ട് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് നമുക്ക് അതെന്ത് ചെയ്യാം? അതിന് നമുക്ക് അട്രാക്ഷൻ തോന്നിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഹാക്കേഴ്സിന് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൺട്രോള് കിട്ടുകയും എന്ത് ചെയ്യും? അതുവഴി നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ അവർ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ട്രോജൻ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസ് ലൈറ്റ് അപ്പിയേഴ്സ് ടു ബി യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ലൈക്ക് സ്ക്രീൻ സെർവർ പോലെയുള്ള നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പോലെയൊക്കെ ആയിരിക്കും നമുക്കിത് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മുന്നിൽ ഇത് അപ്പിയർ ചെയ്യുന്നത്. അലോ ഹാക്കേഴ്സ് ടു കൺട്രോൾ ദ സിസ്റ്റം. ഇത് എന്ത് ചെയ്യുന്നു? ഹാക്കേഴ്സിന് നമ്മുടെ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് മേക്സ് യൂസർ ടു ട്രസ്റ്റ് ആൻഡ് റിസീവ് ഇൻഫെക്റ്റഡ് ഫയൽസ്. നമ്മളെ നമ്മൾ യൂസേഴ്സിന് എന്ത് ചെയ്യും? ട്രസ്റ്റ് ചെയ്യും. ഇതെന്താണ്? യൂസ്ഫുൾ ആണ്, നമുക്ക് ആവശ്യമുള്ള സാധനമാണ് എന്ന് നമുക്ക് തോന്നും. അതുവഴി എന്ത് ചെയ്യും? നമ്മുടെ ഫയൽസിനെ അത് ഇൻഫെക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കി എന്താണ് സ്പൈവെയർസ്. It is a malware downloaded on the computer system through an email or downloaded program. സ്പൈവെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് വഴിയൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇമെയിൽസ് വഴിയൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയുന്നത്? സ്പൈവെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന മാൽവെയർസിനെയാണ് നമ്മൾ സ്പൈവെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ഇമെയിൽസ് ഒക്കെ വരും. അപ്പോൾ അതിലേതെങ്കിലും ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വൈറസ് അല്ലെങ്കിൽ ഈ മാൽവെയർസ് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ആയി കഴിയും. അങ്ങനെയുള്ള ഇതിനെയാണ് എന്ത് പറയുന്നത്? സ്പൈവെയർസ് എന്ന് പറയുന്നത്. സ്പൈവെയർ എന്താ ചെയ്യുന്നത്? സ്പൈവെയർ സ്കാൻ ദ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഓട്ടോമാറ്റിക്കലി ആൻഡ് സെൻഡ് ദ കളക്റ്റഡ് ഇൻഫർമേഷൻ ടു ദി ഇൻഡിവിജ്വൽ ഹു ക്രിയേറ്റഡ് സ്പൈവെയർ. എന്ത് ചെയ്യും? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിനെ ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തിട്ട് അതിലുള്ള ഇൻഫർമേഷൻസിനെ എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ സ്പൈവെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആരാണോ വിക്സർ അല്ലെങ്കിൽ ഇത് റൈറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം, ഈ വൈറസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടുള്ള അതല്ലെങ്കിൽ ഈ സ്പൈവെയറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള
ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ഇൻഫർമേഷനെ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്പൈവെയർ ചെയ്യുന്നത്. അപ്പോൾ സ്പൈവെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഇമെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള ഇൻഫർമേഷൻസിനെയൊക്കെ എടുത്ത് ആ ഹാക്കറിന് അല്ലെങ്കിൽ ആ സ്പൈവെയർ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കുന്ന തരത്തിലുള്ള മലീഷ്യസ് സോഫ്റ്റ്വെയർസിനെയാണ് സ്പൈവെയർ എന്ന് പറയുന്നത്. അപ്പം മാൽവെയറും സ്പൈവെയറും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് നോക്കാം അടുത്തത് റാൻസം വെയർ. എന്താണ് റാൻസം വെയർ? ഇറ്റ് ഈസ് എ പോപ്പുലർ വേ ഓഫ് ഇൻ്റർനെറ്റ് ക്രിമിനൽസ് ടു മേക്ക് മണി. അതായത് ഇൻ്റർനെറ്റ് വഴി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ക്രിമിനൽസ് യൂസ് ചെയ്യുന്നതാണ് ഇത് റാൻസം വെയർ എന്ന് പറയുന്നത്. ഇത് എന്താ ചെയ്യുന്നത്? ഇറ്റ് മേക്സ് ദ യൂസർ അണേബിൾ ടു ആക്സസ് ദ സിസ്റ്റം, ഡിസ്പ്ലേയിങ് സം കൈൻഡ് ഓഫ് സ്ക്രീൻ ഡാമേജിങ് ആൻഡ് ആസ്ക് പേയ്മെൻറ്റ് ടു ഹാവ് ദ കമ്പ്യൂട്ടർ അൺലോക്ക്ഡ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കും. അതിനുശേഷം അവരെന്ത് ചെയ്യും? അത് അൺലോക്ക് ചെയ്ത് തരണമെങ്കിൽ എന്ത് ചെയ്യും? പേയ്മെൻറ്റ് ആവശ്യപ്പെടും. അങ്ങനെ പേയ്മെൻറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് പേയ്മെൻറ്റ് കൊടുത്താലേ എന്ത് ചെയ്യൂ, അവർ റിലീസ് ചെയ്യൂ എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മുടെ സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കുകയും അത് വന്നിട്ട് എന്ത് ചെയ്യും, അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ക്രിമിനൽ കുറ്റം, ആ ഒരു ക്രിമിനൽ അതാണ് എന്തെന്ന് പറയുന്നത്? റാൻസം വെയർ എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? വന്നാക്രൈ അതുപോലെ തന്നെ പെറ്റിയ എന്നൊക്കെ പറയുന്നത് റാൻസം വെയേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത നോക്കിയേ അഡ്വെയർ. അഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ആഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് അഡ്വെയർ എന്ന് പറയുന്നത്. അതിൽ തന്നെയുണ്ട് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? അഡ്വർടൈസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ പാക്കേജ് ദാറ്റ് ഓട്ടോമാറ്റിക്കലി റെൻഡേഴ്സ് അഡ്വർടൈസ്മെൻറ്റ് ടു ജനറേറ്റ് റവന്യൂ ഫോർ ഇറ്റ്സ് ഓതേഴ്സ്. എന്നാൽ ഇതൊരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷനോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്ത് വരും? അഡ്വർടൈസ്മെൻറ്റ് വരും ഇല്ലേ? അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് വഴി ആ ജനറേറ്റ് ചെയ്തിട്ടുള്ള അവർക്ക് എന്ത് കിട്ടും? റവന്യൂ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് അഡ്വെയേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു സോഫ്റ്റ്വെയർ പാക്കേജ് ആണ്, ഓട്ടോമാറ്റിക്കലി റെൻഡർ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? റവന്യൂവിന് വേണ്ടിയിട്ട്. ഇനി അടുത്ത എന്താണ്? കീ ലോഗേഴ്സ്. അതായത് ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ചില അഡ്വർടൈസ്മെൻറ്റ് നമ്മളിപ്പോൾ ആപ്ലിക്കേഷനോ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് വരുമല്ലോ, അതാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? കീ ലോഗേഴ്സ്. എ കീ ലോഗേഴ്സ് ക്യാൻ റെക്കോർഡ് ഇൻസ്റ്റൻറ്റ് മെസ്സേജ്, ഇമെയിൽസ് ആൻഡ് എനി ഇൻഫർമേഷൻ വി ടൈപ്പ് അറ്റ് എനി ടൈം യൂസിങ് അവർ കീബോർഡ്. കീ ലോഗർ അതിൽ തന്നെയുണ്ട് എന്താ? കീബോർഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കീ ലോഗേഴ്സിന് എന്ത് കിട്ടും? നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ്, നമ്മുടെ കീബോർഡ് വഴി എന്ത് മെസ്സേജ് നമ്മളിപ്പോൾ ഇമെയിൽ അയക്കാനോ അല്ലാതെ മെസ്സേജ് ചെയ്യാനോ ഇൻസ്റ്റൻറ്റ് മെസ്സേജ് വഴിയാണെങ്കിലും അയക്കാൻ വേണ്ടിയിട്ട് ഏത് മെസ്സേജ് ടൈപ്പ് ചെയ്താലും അതിനെ ഹാക്ക് ചെയ്യും. അവർക്ക് ആ മെസ്സേജ് അപ്പം തന്നെ കിട്ടും. നമ്മൾ കീബോർഡിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നോ ആ ഒരു മെസ്സേജ് അവർക്ക് കിട്ടും. അതാണ് കീ ലോഗേഴ്സ് എന്ന് പറയുന്നത്. അവർ റെക്കോർഡ് ചെയ്യും എന്താണ്? ആ ഇൻസ്റ്റൻറ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഇമെയിൽ വഴി നമ്മൾ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജസ് അവർക്ക് ലഭിക്കും. അതാണ് കീ ലോഗേഴ്സ്. ഇനി എന്താണ് ആൻറ്റി വൈറസ്? നമുക്കറിയാം വൈറസ് എന്താണ്? നമ്മുടെ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യിക്കുന്ന പ്രോഗ്രാംസ് ആണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. ആൻറ്റി വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ യൂസ്ഡ് ടു പ്രിവെൻറ്റ്, ഡിറ്റക്റ്റ് ആൻഡ് ഡിലീറ്റ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടറിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ള വൈറസസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ വൈറസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വൈറസ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ ആണ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ എ പ്രോഗ്രാം ദാറ്റ് ഡിസ്ട്രോയ് വൈറസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഇത് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻറ്റി വൈറസ് ഏതാണെന്ന് ചോദിച്ചാൽ റീപ്പർ ആണ് ഫസ്റ്റ് ആൻറ്റി വൈറസ്. ഫസ്റ്റ് വൈറസ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു, ഏതാണ്? ക്രീപ്പർ. രണ്ടും ഒരുപോലെയാണ്, ഓർത്തിരിക്കുക എളുപ്പമാണ്. ഫസ്റ്റ് വൈറസ് എന്ന് പറയുന്നത് ക്രീപ്പറാണ്, ഫസ്റ്റ് ആൻറ്റി വൈറസ് എന്ന് പറയുന്നത് റീപ്പർ ആണ്. ഇനി ആൻറ്റി വൈറസിന് എക്സാമ്പിളാണ് ഇത് AVG, കാസ്പെർസ്കി, അവാസ്റ്റ്, വേറെ എന്നൊക്കെ പറയുന്നത് ഏതൊക്കെയാണ്? ആൻറ്റി വൈറസിന് എക്സാമ്പിൾ
എക്സാമ്പിളാണ്. അപ്പോൾ ഒരുപാട് ആൻറ്റിവൈറസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആൻറ്റിവൈറസുകൾ ഇപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളേ കൊടുത്തിട്ടുള്ളൂ. മാക്സിമം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ആൻറ്റിവൈറസിന് എക്സാമ്പിൾ മാക്സിമം എക്സാമ്പിൾ പഠിച്ച് വെക്കുക. നമുക്ക് എക്സാമിന് ഏതാ ചോദിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത്രയുമാണ് വൈറസിനെ പറ്റിയിട്ടും ആൻറ്റിവൈറസിനെ പറ്റിയിട്ടും പഠിക്കാനുള്ളത് മെയിനായിട്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട്സ് ആവശ്യമുള്ളവർ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. താങ്ക്